സുഹൃത്തുക്കളെ, ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു മുറിയിൽ 10 ആളുകൾ ഇരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ആളല്ല പലപ്പോഴും ഏറ്റവും ബുദ്ധിമാൻ, മറിച്ച് ശാന്തമായിരിക്കുന്ന ഒരാളായിരിക്കുക. എല്ലാവരെയും നിരീക്ഷിക്കുന്ന ഒരാളായിരിക്കാം. അയാൾ അധികം സംസാരിക്കില്ല, തൻ്റെ നേട്ടങ്ങൾ പരസ്യപ്പെടുത്തില്ല, ആരുമായും അനാവശ്യ തർക്കങ്ങളിൽ ഏർപ്പെടില്ല. പക്ഷേ സമയമാകുമ്പോൾ അയാൾ പറയുന്ന ഒരു വാചകം മതി എല്ലാവരുടെയും ശ്രദ്ധ അയാളിലേക്ക് തിരിയാൻ. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് പല ബുദ്ധിമാന്മാരും മിണ്ടാതിരിക്കുന്നത്? ഇത് ലജ്ജയാണോ, ആത്മവിശ്വാസക്കുറവാണോ, അതോ അതിൻ്റെ പിന്നിൽ വളരെ ആഴമുള്ള ഒരു മനഃശാസ്ത്ര സത്യമുണ്ടോ? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതാണ് കണ്ടെത്താൻ പോകുന്നത്. ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് ഒരു വലിയ തിരിച്ചറിവ് ലഭിക്കും. നിങ്ങൾ ഇതുവരെ മിണ്ടാതിരിക്കുന്ന ആളുകളുമായി തെറ്റായി മനസ്സിലാക്കിയിട്ടുണ്ടാവാം. പക്ഷേ നിങ്ങൾക്ക് ഇന്ന് ആ തെറ്റിദ്ധാരണ മാറും. ഒരു ചെറിയ കഥയോടെ തുടങ്ങാം. ഒരു കോളേജിൽ 2 വിദ്യാർത്ഥികളുണ്ടായിരുന്നു. ഒരാൾ എപ്പോഴും സംസാരിക്കും, ക്ലാസ്സിൽ ചോദ്യങ്ങൾ ചോദിക്കും, സുഹൃത്തുക്കളുടെ നടുവിൽ തമാശ പറയും. എല്ലാവർക്കും അയാൾ അറിയാം. മറ്റേയാൾ വളരെ നിശബ്ദനായിരുന്നു. ക്ലാസ്സിലിരിക്കും, ശ്രദ്ധയോടെ കേൾക്കും, ആവശ്യമായപ്പോൾ മാത്രം സംസാരിക്കും. വർഷാവസാനം റിസൾട്ട് വന്നപ്പോൾ എല്ലാവരും ഞെട്ടി. നിശബ്ദനായ വ്യക്തിയാണ് 1ാം റാങ്ക് നേടിയത്. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? കാരണം അയാൾ തൻ്റെ ഊർജം സംസാരിക്കുന്നതിലല്ല, നിരീക്ഷിക്കുന്നതിലും പഠിക്കുന്നതിലുമാണ് ഉപയോഗിച്ചത്. മനഃശാസ്ത്രത്തിൽ ഒരു പ്രധാന ആശയമുണ്ട്. മനുഷ്യൻ്റെ മസ്തിഷ്കം ഒരേ സമയം 2 കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ തുടർച്ചയായി സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ പുറത്തേക്ക് പോകുന്നു. എന്നാൽ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ വിവരങ്ങൾ ശേഖരിക്കുകയാണ്. ബുദ്ധിമാന്മാർ ഇത് സ്വാഭാവികമായി മനസ്സിലാക്കുന്നു. അവർക്കറിയാം, കൂടുതൽ സംസാരിക്കുന്നതിലൂടെ കൂടുതൽ അറിവ് ലഭിക്കില്ല, കൂടുതൽ കേൾക്കുന്നതിലൂടെയാണ് അറിവ് ലഭിക്കുക. ലോകത്തിലെ ഏറ്റവും വിജയകരമായ പല ആളുകളെയും നോക്കൂ. അവർ എല്ലാവരെയും അധികം സംസാരിക്കുന്നില്ല. അവർ ആദ്യം നിരീക്ഷിക്കുന്നു, പിന്നീട് ചിന്തിക്കുന്നു, അതിനുശേഷം മാത്രമാണ് സംസാരിക്കുന്നത്. ഇതാണ് ആദ്യത്തെ കാരണം. ബുദ്ധിമാന്മാർ കേൾക്കുന്നതിന് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ വില നൽകുന്നു. രണ്ടാമത്തെ കാരണം കൂടുതൽ ആഴമുള്ളതാണ്. ബുദ്ധിമാന്മാർ മനുഷ്യരെ മനസ്സിലാക്കുന്നു. ഒരു സാധാരണ മനുഷ്യരെ നല്ല രീതിയിൽ മനസ്സിലാക്കുന്നില്ല. അവർ മറ്റൊരാൾ പറയുന്ന വാക്കുകൾ മാത്രം കേൾക്കുന്നു. എന്നാൽ ബുദ്ധിമാനായ ഒരാൾ ആ വാക്കുകൾക്ക് പിന്നിലുള്ള വികാരത്തെയും മനസ്സിലാക്കുന്നു. ആർക്കെങ്കിലും ആത്മവിശ്വാസത്തോടെ സംസാരിക്കാം, പക്ഷേ അവർക്ക് ചിലപ്പോൾ ഉള്ളിൽ ഭയമുണ്ടാകും. ആർക്കെങ്കിലും സന്തോഷത്തോടെ ചിരിക്കാം, പക്ഷേ ഉള്ളിൽ വേദന ഉണ്ടാകും. ബുദ്ധിമാന്മാർ ഇത്തരം സൂക്ഷ്മമായ കാര്യങ്ങൾ ശ്രദ്ധിക്കും. അതുകൊണ്ട് അവർ പെട്ടെന്ന് പ്രതികരിക്കാറില്ല. അവർ ആദ്യം സാഹചര്യത്തെ വിലയിരുത്തും, പിന്നീട് മാത്രമാണ് അഭിപ്രായം പറയുന്നത്. മൂന്നാമത്തെ കാരണം വളരെ ശക്തമാണ്. ബുദ്ധിമാന്മാർക്ക് അവരുടെ അറിവിൻ്റെ പരിധി അറിയാം. ഇത് കേൾക്കുമ്പോൾ വിചിത്രമായി തോന്നാം, പക്ഷേ യഥാർത്ഥത്തിൽ കുറച്ചറിവുള്ളവരാണ് പലപ്പോഴും എല്ലാം അറിയാമെന്ന് കരുതുന്നത്. മനഃശാസ്ത്രത്തിൽ ഇതിനെ ഡണ്ണിങ്-ക്രൂഗർ എഫക്റ്റ് എന്നാണ് പറയുന്നത്. കുറച്ചറിവുള്ളവർ സ്വന്തം കഴിവുകളെ അമിതമായി വിലയിരുത്തും. പക്ഷേ കൂടുതൽ അറിവുള്ളവർക്കറിയാം തങ്ങൾക്ക് അറിയാത്തത് എത്രയോ കൂടുതലാണെന്ന്. അതുകൊണ്ട് അവർ വിനയമുള്ളവരായിരിക്കും. അവർ ഓരോ വിഷയത്തിലും അഭിപ്രായം പറയാൻ ശ്രമിക്കില്ല. കാരണം അവർക്കറിയാം, യഥാർത്ഥ ബുദ്ധി എല്ലാത്തിനും മറുപടി പറയുന്നതിലല്ല, മറിച്ച് എപ്പോൾ മിണ്ടാതിരിക്കണം എന്നറിയുന്നതിലാണ്. ഇപ്പോൾ ഒരു ചോദ്യം: എന്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ശബ്ദമുണ്ടാക്കുന്നവർ പലപ്പോഴും കുറച്ച് അറിവുള്ളവരായി മാറുന്നത്? കാരണം ശബ്ദമുണ്ടാക്കുന്നത് എളുപ്പമാണ്, പക്ഷേ ആഴത്തിൽ ചിന്തിക്കുന്നത് പ്രയാസമാണ്. ഇന്നെല്ലാവർക്കും അഭിപ്രായമുണ്ട്, പക്ഷേ എല്ലാവരും ചിന്തിക്കുന്നില്ല. ബുദ്ധിമാന്മാർ ഈ വ്യത്യാസം മനസ്സിലാക്കുന്നു. അതുകൊണ്ട് അവർ ഓരോ വിഷയത്തിലും ചാടിക്കയറുന്നില്ല. നാലാമത്തെ കാരണമാണ്, ബുദ്ധിമാന്മാർ അവരുടെ ഊർജത്തെ സംരക്ഷിക്കുന്നു. ഓരോ തർക്കവും ജയിക്കേണ്ട യുദ്ധമല്ല. ഓരോ വിമർശനത്തിനും മറുപടി നൽകേണ്ട ആവശ്യമില്ല. ഓരോ വ്യക്തിയെയും തിരുത്തേണ്ട ബാധ്യതയുമില്ല. ജീവിതത്തിൽ ഒരു ഘട്ടം കഴിഞ്ഞാൽ മനുഷ്യൻ ഒരു വലിയ സത്യം മനസ്സിലാക്കുന്നു. ചില ആളുകൾക്ക് സത്യം വേണ്ട. അവർക്ക് അവരുടെ വിശ്വാസം ശരിയാണെന്ന് തോന്നണം. അത്തരം ആളുകളുമായി വാദിക്കുന്നത് സമയനഷ്ടമാണ്. ബുദ്ധിമാന്മാർ ഇത് തിരിച്ചറിയുന്നു. അതുകൊണ്ട് അവർ പലപ്പോഴും മിണ്ടാതിരിക്കും. അവർക്ക് അവരുടെ സമാധാനം കൂടുതൽ വിലപ്പെട്ടതാണ്. അഞ്ചാമത്തെ കാരണമാണ്, അവർ നിരീക്ഷകരാണ്. ഒരു മുറിയിൽ കയറിയാൽ സാധാരണ ആളുകളെ മാത്രം കാണും. പക്ഷേ ബുദ്ധിമാനായ ഒരാൾ പെരുമാറ്റമാണ് ശ്രദ്ധിക്കുന്നത്. അയാൾ അസ്വസ്ഥനായി ഇരിക്കുന്നു, മറ്റൊരാൾ കള്ളൻ പറയുന്നു, ആരാണ് ആത്മവിശ്വാസം അഭിനയിക്കുന്നത്, ഇതെല്ലാം അവർ ശേഖരിക്കും. ഇതാണ് പിന്നീട് മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ അവരെ സഹായിക്കുന്നത്. ഇപ്പോൾ മറ്റൊരു പ്രധാന കാര്യം പറയാം. എല്ലാ നിശബ്ദരായ ആളുകളും ബുദ്ധിമാന്മാരല്ല. ചിലർക്ക് ഭയം ഉണ്ടാവാം, അതുകൊണ്ട് മിണ്ടാതിരിക്കാം. ചിലർക്ക് ആത്മവിശ്വാസക്കുറവ് കാരണം മിണ്ടാതിരിക്കാം. ചിലർ സാമൂഹികമായ ഉത്കണ്ഠ കാരണം മിണ്ടാതിരിക്കും. പക്ഷേ ബുദ്ധിമാനായ ആളുകൾ നിശബ്ദമായിരിക്കുന്നത് വ്യത്യസ്തമായിട്ടാണ്. അത് ബലഹീനതയിൽ നിന്നല്ല വരുന്നത്, അത് ബോധപൂർവമായൊരു തിരഞ്ഞെടുപ്പാണ്. അവർക്ക് സംസാരിക്കാൻ കഴിയും, പക്ഷേ അവർ എപ്പോൾ സംസാരിക്കണം എന്ന് അവർ സ്വയം തിരഞ്ഞെടുക്കുന്നു. ഇതാണ് വലിയ വ്യത്യാസം. ഒരു സിംഹം കാട്ടിൽ നടക്കുമ്പോൾ അത് ഓരോ നിമിഷവും അലറുന്നില്ല.
അതിൻ്റെതായ ശക്തി തെളിയിക്കുന്നത് അതിനാവശ്യമില്ല. അതുകൊണ്ട് യഥാർത്ഥ ബുദ്ധിക്കും നിരന്തരം സ്വയം തെളിയിക്കേണ്ട ആവശ്യമില്ല. നന്ദി.